ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരിയുടെ അമ്മ ശ്രീധുവിനെതിരെ കൂടുതൽ പരാതികൾ. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് പുതിയ പരാതി. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീധുവിനെ ഇന്നലെ ബാലരാമപുരം സ്റ്റേഷനിലെത്തിച്ച വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. ശ്രീധുവിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. വിവരങ്ങളുമായി എസ് ശാലിനിയുണ്ട്. ശാലിനി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലരാമപുരത്തെ ദേവേന്ദു എന്ന് പറയുന്ന 2 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആശങ്കകളും ദുരൂഹതകളും നിഗൂഢതകളും തുടരുന്നതിനിടെ തന്നെയാണ് അമ്മ ശ്രീധുവിനെതിരെ ഗുരുതരമായിട്ടുള്ള പരാതികൾ കൂടി ഇപ്പോൾ ഉയരുകയും ചെയ്തിട്ടുള്ളത്. സാമ്പത്തിക ക്രമക്കേടും സാമ്പത്തിക തട്ടിപ്പടക്കം നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വിവിധ പരാതികൾ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ബാലരാമപുരം പോലീസിലേക്ക് എത്തുന്നത്. 3ഓളം പരാതികൾ മൊഴിയെടുപ്പിനിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അത്തരത്തിലുള്ള റിപ്പോർട്ട് കൂടിയാണ് ബാലരാമപുരം സ്റ്റേഷൻ നൽകുകയും ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ നീക്കാനുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങൾ ഈ മണിക്കൂറിലും തുടരുകയാണ്. ഇതിനിടയിലാണ് ശ്രീധുവിനും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് ചില അഭ്യൂഹങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇതിനിടയിലാണ് ആർഭാട ജീവിതം നയിക്കാനും ഒപ്പം തന്നെ നിരവധി ആളുകളിൽ നിന്നും ലക്ഷങ്ങൾ സാമ്പത്തിക തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഇവരെ കൈപ്പറ്റിയതായും പറയപ്പെടുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് വിവിധ ആളുകളിൽ നിന്ന്, അതായത് ദേവസ്വം ബോർഡിലടക്കം തനിക്ക് ജോലിയുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ അടക്കം ജോലി നൽകി തരാം എന്നുള്ള വാഗ്ദാനം നൽകി വിവിധ ആളുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ബാലരാമപുരം അടക്കമുള്ള ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ കൈക്കൽ നിന്നാണ് പണം കൈപ്പറ്റിയിട്ടുള്ളത്. രേഖാമൂലമുള്ള 3 പരാതികളാണ് പോലീസിന് മുൻപാകെ എത്തിയിട്ടുമുള്ളത്. ഈ വഴിക്കും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ജോത്സ്യൻ പ്രദീപിന് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഇന്നലെ ഇയാളെ ബാലരാമപുരത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. കേസിന്റെ ഒരു വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. കൂടാതെ തന്നെ ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരം പൂജിപ്പുര മഹിളാ മന്ദിരത്തിൽ പാർപ്പിച്ചിരിക്കുന്ന ശ്രീധുവിനെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യലുകൾ നടത്തിയിരുന്നു. സഹോദരൻ ഹരികുമാർ പറഞ്ഞ ചില കാര്യങ്ങളിൽ വ്യക്തത തേടുക, ഒപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പിലടക്കമുള്ള കാര്യങ്ങളിൽ നിഗൂഢതകൾ നീക്കുക, കൂടാതെ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ ശ്രീധുവിന് എന്നുള്ള കാര്യത്തിൽ നിഗമനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. പ്രധാനമായും ഈ കേസിൽ ഒരു പ്രതിയുടെ പേര് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് ഹരികുമാർ മാത്രമാണ്. സ്വമേധയാ താനാണ് ഈ കുറ്റം ചെയ്തിട്ടുള്ളതെന്നും കുഞ്ഞിനെ ജീവനോടെ തന്നെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയതാണെന്നുള്ള കുറ്റസമ്മതം, ആ കുറ്റസമ്മതം മാത്രമല്ല അതിനപ്പുറത്തേക്ക് കേസിന് എന്തെങ്കിലും തലങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു വ്യക്തത തേടുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ള സൂചനകൾ പോലീസ് ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആരും ഏറ്റെടുക്കാത്ത സ്റ്റേഷനിൽ നിന്നും മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയ ശ്രീധുവിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ഇന്ന് ഈ സാമ്പത്തിക തട്ടിപ്പിന് അപ്പുറം ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില വ്യക്തതകൾ തേടാനായി ശ്രീധുവിനെ വീണ്ടും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും ശ്രീധുവിന്റെ എന്നും മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ വരുന്ന ദിവസം, അതായത് അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ, ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള കസ്റ്റഡി അപേക്ഷ കൂടി പോലീസ് നൽകും. കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പുകളും അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. പ്രധാനമായും ദുർമന്ത്രവാദം, സാമ്പത്തിക തട്ടിപ്പ്, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ പല കോണുകളിൽ നിന്ന് ഉയരുന്ന ഒരു കേസാണ്. ഇതിനിടയിൽ എന്തിനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്, അതിനുള്ള മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളതിൽ ഒരു വ്യക്തത തേടാനാണ് പോലീസ് ആലോചിക്കുന്നത്. അതിൽ അമ്മയുടെ പങ്കടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടാനുള്ള ചോദ്യം ചെയ്യലുകൾ ബാലരാമപുരം പോലീസും നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘവും നടത്തുകയുമാണ്. ശരി, ശാലിനിയാണ് തിരുവനന്തപുരത്ത് വന്ന വിവരങ്ങൾ നൽകിയത്. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരിയുടെ അമ്മ ശ്രീധുവിനെതിരെയാണ് ഇപ്പോൾ കൂടുതൽ പരാതികൾ ഉയർന്നിരിക്കുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പുതിയ പരാതി. പരാതിക്കാരിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ശ്രീധുവിനെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെത്തിച്ച വീണ്ടും ചോദ്യം ചെയ്യും. കൂടാതെ പ്രതി ഹരികുമാറിനായുള്ള കസ്റ്റഡി അപേക്ഷയും അന്വേഷണ സംഘം നൽകും. ഇതൊക്കെയാണ് വിവരങ്ങൾ നൽകിയത്. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.